ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MX പ്ലെയറിലെ പ്രൈവറ്റ് ഫോൾഡറിൽ നമ്മൾ ആഡ് ചെയ്ത ഫയൽസും വീഡിയോസൊക്കെ എങ്ങനെ ഒരു പാസ്വേഡ് ഇല്ലാതെ നമുക്കത് എടുക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ പാസ്വേഡ് ഇല്ലാതെ ആ ഫയൽസും കാര്യങ്ങളും എങ്ങനെ വീണ്ടും തിരിച്ചെടുക്കാം, റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ഫയൽ MX പ്ലെയറിലെ പ്രൈവറ്റ് ഫോൾഡറിൽ ഞാൻ ആഡ് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ രണ്ട് സാമ്പിൾ ഫയൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ പ്രൈവറ്റ് ഫോൾഡറിൽ ഞാൻ ആഡ് ചെയ്തു. ഇനി അതെങ്ങനെ റിക്കവർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് നമ്മൾ നമ്മുടെ ഫയൽ മാനേജറിൽ കയറുക. ഫയൽ മാനേജറിൽ നേരെ അടിയിലേക്ക് വരികയാണെങ്കിൽ MX പ്ലെയർ ആഡ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ .private ഫയൽ ഫോൾഡർ ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഹിഡൻ ഫയൽ എപ്പോഴും ഓൺ ആക്കി വെച്ചിരിക്കണം, എന്നാലാണ് ഈ .private ഫോൾഡർ ഓൺ ആയിരിക്കുകയുള്ളൂ. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത രണ്ട് ഫയൽ ഇതാ 75 MB-ൻ്റെയും 55 MB-ൻ്റെയും ഇതാ സമയം ഇവിടെ കാണിക്കുന്നുണ്ട് 3:56 ആഡ് ചെയ്തിരിക്കുന്നത്. സമയം ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഇതാണ് രണ്ട് ഫയലുകൾ. അപ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ളത്, ഇത് രണ്ടിൻ്റെയും ഫോർമാറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഫയൽ ഫോർമാറ്റ് റീനെയിം കൊടുക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഫയലിൻ്റെ പേരടിക്കുന്നു. സാമ്പിൾ തന്നെ കൊടുക്കാം. sample.mp4 എന്നടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വന്നു. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത ഫയൽ. വേറൊരു ഫയലും കൂടി ഉണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്. ഇതിപ്പോൾ നമ്മൾ MX പ്ലെയറിൽ ഫയലുകൾ ഓണായി കിടക്കാമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ .private ഫോൾഡറിൻ്റെ അവിടെ ഇപ്പോഴത്തെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഇത് വേറെ ആരും നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാതിരിക്കാനുള്ളൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. അതിന് നിങ്ങളുടെ ഫയൽ മാനേജർ ഏതെങ്കിലും തരത്തിലുള്ള ആപ്പ് ലോക്സ് ഒക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ലോക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അതങ്ങനെ ആ രീതിയിൽ നമ്മൾ MX പ്ലെയറും ലോക്ക് ചെയ്യണം, ഫയൽ മാനേജർ ലോക്ക് ചെയ്യണം, പിന്നെ സെറ്റിങ്സും ലോക്ക് ചെയ്യണം. സെറ്റിങ്സ് ലോക്ക് ചെയ്യുന്നതിനുള്ളിൽ അൺനോൺ ഇൻസ്റ്റാളേഷൻ ഓഫാക്കി വെക്കണം. എന്നാലാണ് മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള ഫയൽ മാനേജറോ കാര്യങ്ങളോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ചെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെത്തേഡ്. സോ ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.